ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഈ പുതുവർഷം പരിശുദ്ധ പിതാവ് പ്രത്യാശയുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദി ഇയർ ഓഫ് ഹോപ്പ്. ഇതിനു വേണ്ടി ഒരു വചനവും നമുക്ക് നൽകിയിട്ടുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നെഗറ്റീവാണെങ്കിലും, പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലെങ്കിലും, എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് പുതിയൊരു വഴിയൊരുക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവനാണ് പ്രത്യാശയുള്ളവൻ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം ഒരു തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന. പ്രത്യാശയുടെ തുറന്ന വാതിൽ, നിരാശയുടെ അടഞ്ഞ വാതിലല്ല. കൂടാതെ പ്രത്യാശ നമുക്ക് ആത്മധൈര്യം നൽകുമെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ പറയും. ഓർക്കുകയാണ്, വിയറ്റ്നാമിലെ കർദിനാളായിരുന്ന ഫ്രാൻസിസ് സേവിയർ വാൻ തുവാത്തു 13 വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. ക്രിസ്ത്യാനിയാണെന്ന് ഉള്ള ഒറ്റ കാരണത്താൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലടച്ചു. അവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനോ ഒന്നൊരു സാഹചര്യം ഒന്നുമില്ല. 9 വർഷം ഏകാന്ത തടവാൻ. ഈ കാലയളവിലെല്ലാം പ്രത്യാശ ഒരു ആത്മധൈര്യം നൽകിയെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ബിഷപ്പ് ഹൗസിലേക്ക് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. അതികലശമായ വയറുവേദനയാണ് എനിക്ക്, അത് കുറച്ച് മരുന്ന് പോലെ എനിക്ക് കുറച്ച് വീഞ്ഞ് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. ബിഷപ്പ് ഹൗസിലെ വൈദികർക്ക് കാര്യം മനസ്സിലായി. അവർ ആ വീഞ്ഞിനോടൊപ്പം കുറച്ച് ഓസ്തിയും കൂടെ അവർ കൊടുത്തുവിട്ട്, ആരും കാണാതെ അവർ കൊടുത്തു വിട്ടു. എൻ്റെ അച്ഛൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ 2 കൈകളുമായിരുന്നു കാസയും പിലാസയും, അതുപോലെ തന്നെ എൻ്റെ 2 കൈകളായിരുന്നു അൾത്താര എന്ന്. അച്ഛൻ എഴുതിയ പ്രത്യാശയിലേക്കുള്ള വഴി എന്ന പുസ്തകത്തിലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ ജയിൽവാസം കഴിഞ്ഞ് മോചിതനായതിനു ശേഷം ഇപ്രകാരം പറയുകയാണ്, അച്ഛൻ്റെ ആ ഒരു അവിടുത്തെ ജയിൽവാസത്തിലെ ജീവിതം ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമായിരുന്നു എന്ന്. അപ്പോൾ പ്രത്യാശ നമുക്ക് ആത്മവിശ്വാസം നൽകും. നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കുവാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയുള്ളവർക്കാണ് ഈ പ്രത്യാശ ഉണ്ടാകുന്നത്? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് പ്രത്യാശയുണ്ട്. രണ്ടാമതായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കും അപ്പം പ്രത്യാശ ഉണ്ടാകും. വചനം പറയുന്നു, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടായിരിക്കണം എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം എന്ന് ശരിക്കും നമുക്ക് അറിയില്ല എന്നാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നത്. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ജോലി കിട്ടണം, വീട് ലഭിക്കണം, മക്കളുണ്ടാകണം, തലവേദന മാറണം, അസുഖങ്ങൾ മാറണം എന്നതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നാം ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ ഈശോയായി മാറുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും നമ്മുടെ മക്കൾ ഈശോയായി മാറണം, നമ്മുടെ ഭർത്താവ് ഈശോയായി മാറണം, ഭാര്യ ഈശോയായി മാറണം. ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് നാം ശരിക്കും പ്രാർത്ഥിക്കണം. ഈശോ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ഈശോ കരുണ കാണിച്ചതുപോലെ നമ്മൾ കരുണ കാണിക്കണം. ഈശോ ദയ കാണിച്ചതുപോലെ നമ്മൾ ദയ കാണിക്കണം. നമ്മൾ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശരിക്കും നാം പ്രാർത്ഥിക്കേണ്ടതാണ്, ഈശോയെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഈശോ. അങ്ങ് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഈശോ. അങ്ങ് ദയ കാണിക്കുന്നത് പോലെ ദയ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഈശോയെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കണ്ടവർ ഇന്ന് നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നണം ഇവരൊരു മാറ്റമുണ്ട്. ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ അവനൊരു ഈശോയുടെ പോലെ തോന്നുന്നുണ്ട്. അവൻ്റെ സ്നേഹവും കരുണയെല്ലാം കാണുമ്പോൾ അവന് ഒരുപാട് മാറ്റമുണ്ട്, ഈശോയെ പോലെ അവൻ മാറുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. ഓർക്കുകയാണ്, ദാനിയേൽ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പാണ്, അച്ഛനാകാൻ പഠിക്കുന്ന സമയത്ത് അവർ ഒരു 5-8 പേരുണ്ട്. അവർ കമ്പൈൻ സ്റ്റഡി നടക്കും പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമായിരിക്കും. ഒരു ദിവസം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് പോയി. പല പ്രാവശ്യം അച്ഛൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ അടുത്തുള്ള പ്രദേശത്തെ ആൾക്കാരെല്ലാം വെള്ളം കോരുന്നത് ആ വീട്ടിലെ കിണറ്റിൽ നിന്നാണ്. വലിയ കിണറാണ്.
പിന്നെ അതുപോലെ അവിടെ മോട്ടറുണ്ട്, ടാപ്പും ഉണ്ട് വെള്ളം എടുക്കാനൊക്കെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം വന്ന് വെള്ളം കോരി മടുക്കുമ്പോൾ അമ്മ മോട്ടർ ഓൺ ചെയ്യും. അപ്പോൾ അവർക്ക് വെള്ളം കോരാണ്ട് തന്നെ ടാപ്പ് തുറന്ന് അവർക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം കണ്ടപ്പോൾ അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അപ്പം വരുമ്പോൾ അമ്മയോട് വന്ന് പറയും, നീ ആൾക്കാർ വെള്ളം കോരിക്കോട്ടെ, നീ എന്തിനാണ് മോട്ടറിട്ട് കൊടുക്കുന്നത്, കറണ്ട് ചാർജ് ആവുമല്ലോ എന്ന് അച്ഛൻ്റെ അപ്പൻ പല പ്രാവശ്യം പറയും. അപ്പോൾ അമ്മ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ഇത്ര ദുഷ്ടത്തരം എന്തിനാണ് പറയുന്നത്, നിങ്ങൾ പള്ളിയിൽ പോകുന്ന ആളല്ലേ എന്നാണ് പല പ്രാവശ്യം അച്ഛൻ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭാഗത്തു നിന്നും ഈശോയുടെ ഒരു സ്വഭാവം രൂപപ്പെടുന്നതുപോലെയുള്ള മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു സ്വഭാവം രൂപപ്പെടേണ്ടതാണ്. ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി നമ്മൾ മാറണം. ജീവസാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരായിരിക്കാം, യാതൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ. എന്നാൽ എനിക്ക് വേണ്ടി ദൈവം പുതിയൊരു വഴിയൊരുക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമതായി, നമ്മൾ ഈശോയാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളെല്ലാം ഈശോയായി മാറുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പുതുവർഷത്തിൽ ഒരു വചനം കർത്താവ് നമുക്ക് സമ്മാനമായിട്ട് നമുക്ക് നൽകുന്നു. അത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം വാക്യം. നാം ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. അതിന് ഭയപ്പെടേണ്ട. അതായത്, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രത്യാശാഭരിതമായൊരു ഭാവി കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഈ പ്രത്യാശാഭരിതം, നമ്മുടെ ഭാവി പ്രത്യാശാഭരിതമായൊരു ഭാവി സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.